നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനുതാപത്തിന്റെ അർത്ഥം ഹൃദയത്തിൽ തൊടുന്ന പ്രവർത്തനങ്ങളാക്കി പെരിഞ്ഞനം RMVHS സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ നടത്തിയ ഫിലിം ഫെസ്റ്റിവലിലൂടെയും പേപ്പർ ചലഞ്ചിലൂടെയും ശേഖരിച്ച തുകയും എടമുട്ടം ആൽഫ ഹോസ്പീസിലെ ആശിഷ് കെയർ ഹോമിലെ അച്ഛനമ്മമാർക്ക് കുളിക്കാൻ വേണ്ടി 90 സോപ്പുകളുമെല്ലാമായാണ് വിദ്യാർത്ഥികൾ ആശിഷ് കെയർ ഹോം സന്ദർശിക്കാനെത്തിയത്. സ്കൂൾ അധ്യാപിക ഐശ്വര്യ സി ഗോപാൽ, വിദ്യാർത്ഥികളായ നിസാമുദ്ദീൻ, മുഹമ്മദ് ആദിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ആശിഷ് കെയർ ഹോം അഡ്മിനിസ്ട്രേറ്റർ താഹിറ മുജീബ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു. ആൽഫ കൊല്ലം സെന്റർ അവലോകന യോഗം കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടന്നു. സെന്ററിന്റെ പ്രവർത്തനം ഡിസംബർ 12-ന് 1 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് വിപുലമായ യോഗം ഡിസംബർ 6 ശനിയാഴ്ച ചേരാൻ തീരുമാനിച്ചു. മുൻ റോട്ടറി ഗവർണർ സലീം നാരായണൻ കൺവീനറായി കമ്മിറ്റി രൂപീകരിച്ചു. സെക്രട്ടറി ബിന്ദു സാജൻ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ, PRO ഷിബു റാവുത്തർ, സിദ്ധാർത്ഥൻ, അൻസാരി സെയിൻ, അൻസറുദ്ദീൻ A, GR തങ്കരാജ്, മഞ്ജുഷ റാണി, JR, CRT, ശ്യാമസുന്ദരലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ വെള്ളാങ്കല്ലൂർ സെന്റർ കൗൺസിലിംഗ് ക്ലാസ് ലിങ്ക് സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്രയുടെ അധ്യക്ഷതയിൽ നടന്നു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നിഷി സലാം ക്ലാസ് നയിച്ചു. ഫിസിയോ, പുനർജനി അംഗങ്ങൾ, വോളണ്ടിയർമാർ, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടറി മെഹർബാൻ ഷിഹാബ് സ്വാഗതം പറഞ്ഞു. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ വാർഷിക പൊതുയോഗം, തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ആദ്യ യോഗം നവംബർ 17 തിങ്കൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ ചേരുമെന്ന് പ്രസിഡന്റ് KA ഖദീജാബി, സെക്രട്ടറി CS തിലകൻ, ട്രഷറർ ഫസീല ടീച്ചർ എന്നിവർ അറിയിച്ചു. ഔദ്യോഗിക ഭാരവാഹികൾ, ചാർജ് എടുക്കൽ, അടുത്ത വർഷത്തേക്കുള്ള വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണം, സെന്ററിന്റെ സജീവാംഗമായിരുന്ന കുമാരേട്ടന്റെ വിയോഗത്തിൽ അനുസ്മരണം തുടങ്ങിയവ നടക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.